ഗൈസ് ഞങ്ങളുടെ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ അടിച്ചിട്ടായിരുന്നു സെൽഫി ആയിരിക്കുന്നു. നാണമില്ലായ്മ അതാണ് ഈ വ്ളോഗിങ്ങിന്റെ ഏറ്റവും മെയിൻ സാധനം. ഗേറ്റും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കി പോയി ഇവൻ കുറേ നാളായിട്ട് എയർപോർട്ടിൽ കയറി കിടക്കണവരാ, അവര് പോലും അറിഞ്ഞൂടാ വഴി. ഇവിടെ ഒരാളത് എങ്ങനെ സ്പൂണും ഫോർക്കും കൊണ്ട് ബിരിയാണി തിന്നാമെന്ന് ഇതേ ഇവനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അമലിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയാൽ ഒരു പച്ചക്കറി തോട്ടം കാണാം. വേണ്ട സീനാണ്. ചന്തപ്പിള്ളരെ പോലെ എല്ലാവരും ഓടി കിടന്ന് അലമ്പ് കാണിക്കുകയാണ്. അല്ലാതെ ഹലോ ഗേൾസ്, ഞങ്ങളിതേ ഞങ്ങളുടെ അസർബൈജാൻ ട്രിപ്പ് പോരാട്ട ഞങ്ങളുടെ ടീമുമായിട്ട് ഞങ്ങളിതേ വന്നിട്ടുണ്ട്. മിസ്റ്റർ റബ്ബു ആൻഡ് മിസ്റ്റർ റബൽ. ഞങ്ങൾക്ക് ഇവിടെ 9:15 ഫ്ലൈറ്റ്. ഞങ്ങൾ പോസ്റ്റ് അടിച്ച് ലോഞ്ചിൽ പോലും കയറാണ്ടത് ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു. 9:15 ഞങ്ങൾ ഇറങ്ങുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആണ്, 11:45 പോകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ലോഞ്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നേരത്തെ ലോഞ്ചിൽ കയറി കഴിക്കാൻ പറ്റാണ്ട് എന്താ പറയുക കിണ്ടി പോയിരിക്കുകയായിരുന്നു. ഇപ്പം എന്താ ഏകദേശം എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്, കാരണം അത്യാവശ്യം സമയമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വ്ളോഗ് ചെയ്യുമ്പോഴേ നിനക്ക് ആദ്യം വേണ്ട കാര്യം എന്നറിയാമോ? നാണം എടുത്ത് കളയണം. നാണമില്ലായ്മ അതാണ് ഈ വ്ളോഗിങ്ങിന്റെ ഏറ്റവും മെയിൻ സാധനം. ഈ മയിലെ പറഞ്ഞത് എനിക്കറിയാം, വാർന്ന് അവിടെ വെച്ചാൽ പറഞ്ഞതാ ചോദിക്കണമെന്ന്. എൻ്റെ ഗൈസ് ഈ സയദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ, ഇതൊരു വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ എവിടെയാണ് നിൽക്കണതെന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാ. ഗേറ്റും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കി പോയി ഇവൻ കുറേ നാളായിട്ട് എയർപോർട്ടിൽ കയറി കിടക്കണവരാ, അവര് പോലും അറിഞ്ഞൂടാ വഴി. ചിരി നോക്കി ചിരി കേട്ടോ ഗൈസ്, നിങ്ങൾ കടിക്കും ചിരി. ഗൈസ് വഴി തെറ്റി. നമ്മളിനി വീണ്ടും ലോഞ്ച് തേടി നടന്ന് ലോഞ്ച് എത്തുമ്പോഴേക്കും അടുത്ത് നമ്മുടെ ഫ്ലൈറ്റ് ടൈം ആവും. വീണ്ടും നേരത്തെ ഓടിയപ്പോൾ ഒരു ഓട്ടം എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങോട്ട് നോക്കൂ ഗൈസ്, ക്യൂ ആണ് ഗൈസ്, ക്യൂ. നേരത്തെ ഇതേ ക്യൂ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയതാണ്. ടൈം ആയതുകൊണ്ട് നമ്മൾ ഓടി തിരിച്ച് പോയതാണ്. ഇപ്പം എന്തേ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഞങ്ങൾ വീണ്ടും ലോഞ്ചിൽ തന്നെ പോവാം. വാ വാ വാ. പിന്നെ കയറാൻ പറ്റില്ല. ആ മേളിൽ നിൽക്കുന്ന മറ്റേ ആ പുള്ളിയല്ലേ നമ്മളെ കയറ്റി വിട്ടെ, ആ പുള്ളി ഇനിയിപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ കളിയാക്കും. അയാൾ നേരത്തെ വെൽക്കൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടതാണ്. ആണോ? ആ അധികം കണ്ടില്ലേ? പുള്ളി എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല, ടൈം അതിന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. ലോഞ്ച് എടുത്തു ഗൈസ്, ലോഞ്ച് എടുത്ത് നമ്മൾ കഴിക്കാൻ പോവാണ്. ലോഞ്ച് എന്താ അവസ്ഥ എന്നറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ലോഞ്ചിൽ കയറുന്നത്. അപ്പം സുഖമുള്ള പരിപാടിയാണെന്നൊക്കെയാണ് കേട്ടത്. ഞാൻ മുന്നേ പോകുന്നില്ല, അവൻ കാരണമാണ് നമ്മൾ കുറച്ച് കറങ്ങിയത്. അറിയാം, ആക്രമണം കാണിക്കരുത് കേട്ടോ. വേണമെങ്കിൽ ലോഞ്ചിനെ പറ്റി പറയാം. ഈ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ലോഞ്ച് എടുക്കുന്നത് നമ്മുടെ മാസ്റ്റർ കാർഡ് യൂസ് ചെയ്തിട്ടാണ്. ഇത് ആക്ച്വലി ഫ്രീ ആണ്. നമ്മൾ കാർഡ് യൂസ് ചെയ്ത് ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക, ചെക്ക് ഇൻ ചെയ്യുക. നമുക്ക് ഫ്ലൈറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് ഡ്രിങ്ക്സ് കഴിച്ച് റെസ്റ്റ് എടുത്ത് ഉറങ്ങി വളരെ റിലാക്സ് ആയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോവാം. സോ ഇതൊരു നല്ലൊരു ഇതാണ്. ഓരോ എന്താ പറയുക ബാങ്കുകാർ നമുക്ക് തരുന്ന ഒരു പ്രൊമോഷൻ്റെ ഒരു പരിപാടിയായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ഭയങ്കര ഉപകാരമാണ്, ഒരു പുതിയൊരു അനുഭവമാണ്. ഗൈസ് ഞങ്ങളിത് ലോഞ്ചിൽ കയറി ഫുഡൊക്കെ എടുത്ത് കഴിച്ച് വിശന്ന് കിണ്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഇതേ കഴിച്ചാകെ ക്ഷീണിച്ച് അവശരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളിത് എങ്ങനെ സ്പൂണും ഫോർക്കും കൊണ്ട് ബിരിയാണി തിന്നാമെന്ന് ഇതേ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർക്കൊക്കെ ഇത് വലിച്ചെറിഞ്ഞിട്ട് സ്പൂണിൽ കോരി തിന്നുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ചിക്കൻ കപ്സയും ബീഫൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഇൻ്റർനാഷണൽ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട്. നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യൻ കപ്സയും ബിരിയാണി റൈസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അതെ കുറച്ച് കപ്സയും വാരിത്തത് ചിക്കനും എടുത്തത് കഴിച്ച് കഴിഞ്ഞത് ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. ലോഞ്ചൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഭക്ഷണം കഴിച്ചു, ഇനി എന്തെങ്കിലും ജസ്റ്റ് ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കണം. അതിനുള്ള പരിപാടിയായിട്ട് നോക്കാം. ഇതിവിടെ ലിക്കർ ഷോപ്പിൻ്റെയാണ്. ലിക്കർ എന്തെങ്കിലും വേണമെങ്കിൽ ഡ്രങ്ക്സ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാം. എന്താ ഒരു ആപ്പിൾ ജ്യൂസ് എടുത്ത് നോക്കിയടാ, ഇങ്ങനെ നോക്കാമോ? വെൽസി എടുക്കട്ടാ, ടേസ്റ്റ് നോക്കി ബാക്കി എടുത്തായി.
ഒറിജിനലാണോ? മറ്റേ ഇതില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. തണുത്തു പോയ ഹാപ്പി ഫിസ്. അമ്മയിലൂടെ എന്തൊക്കെയോ വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടെ ചേർത്തോളാം. ഹെൽത്തി ഫുഡ് നിനക്ക് മാത്രം എടുക്കല്ലോ, എല്ലാവർക്കും എടുക്കും. മാംഗോ യോഗട്ട് ഉണ്ട്, വേണോ? കൊള്ളാം, അടിപൊളി. വേണോ? കൊള്ളാം, ദിസ് ഇസ് ഗുഡ്. എന്താ ക്യാരറ്റ് ഇഷ്ടമായില്ലേ? അല്ല വേറെ മാംഗോ ബനാന ലസ്സി കഴിഞ്ഞില്ലേ? അമലിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയാൽ ഒരു പച്ചക്കറി തോട്ടം കാണാം. വേണ്ട ഗൈസ്, ഞങ്ങളുടെ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ അടിച്ചിട്ടായിരുന്നു. തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. സെൽഫി ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എടുക്കണപ്പോ അതെ, ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഗേറ്റിലേക്ക് പോവുകയാണ്. വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ഇനി അടുത്ത് ഡിലേ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. സോ 11:45 അതെ, ഇപ്പം മണി 10:45 11:45 11:15 ഗേറ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം. ഇനി വഴി അറിയാവോ? എന്താ വഴി അറിയോ? നമ്പർ 5 വന്നിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതെ, ഇനി അടുത്ത് ഇവിടുന്ന് കോളിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ കോൾ വന്നു ഗൈസ്. ഞങ്ങളിതേ തിരിച്ച് ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ പോണ പരിപാടിയാണ്. ഇവിടെ കണ്ടോ, ഫുള്ള് തിരക്കാണ്. സീനാണ്. ചന്തപ്പിള്ളരെ പോലെ എല്ലാവരും ഓടി കിടന്ന് അലമ്പ് കാണിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതെ, മലയാളികൾ മാത്രമല്ല, ഫുള്ള് സായപ്പന്മാരും മതന്മാരും എല്ലാ അലമ്പ് കേസുകളാണ് ഇവിടെ. അതുകൊണ്ടല്ലേ ഒരുത്തൻ എന്തോ ഡീസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളത് ഫ്ലൈറ്റിനകത്ത് കേൾക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് പുകച്ചടക്കാണ്, ഫുള്ള് പുകയാണ്. അങ്ങനെ നമ്മളിത് നമ്മുടെ ഫ്ലൈറ്റിൽ കയറി അവരുടെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നമുക്ക് 3 പേർക്കും 3 സ്ഥലത്താണ് സീറ്റ് കിട്ടിയത്. പിന്നെ ഇത് വിസ് എയറിൻ്റെ ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. നമുക്കത് അതുകൊണ്ട് നമ്മളൊരു തുച്ഛമായ ടിക്കറ്റ് റേറ്റിനാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ എടുത്ത് തന്നിട്ടുള്ളത്. എന്തായാലും ഫ്ലൈറ്റൊക്കെ കൊള്ളാം, നീറ്റാണ്, ക്ലീനാണ്. കുഞ്ഞു ഫ്ലൈറ്റാണ് കേട്ടോ, ബട്ട് ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഈ ഒരു ട്രാവലിനൊക്കെ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുമിച്ച് സീറ്റ് കിട്ടാത്തതിൻ്റെ ചെറിയ വിഷമമുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരുമിച്ച് കിട്ടാത്തതിലും വിഷമം അമലിന് മാത്രം വിൻഡോ സീറ്റ് കിട്ടി. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. എന്തായാലും അവർ നമ്മുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണം, എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. യെസ്, ഫൈനലി നമ്മളതേ ബാക്കു എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഏകദേശം വെളുപ്പിന് 4 മണി ആയിട്ടുണ്ട് ഇവിടെ സമയം. ഇനി ഇവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനുള്ള നമ്മുടെ ഡ്രൈവറെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇനി അടുത്ത് നമുക്ക് വണ്ടി കയറി പോകാൻ. സത്യം പറഞ്ഞാൽ 3 മണിക്കൂർ ട്രാവലേ ഉള്ളൂ എങ്കിലും നമ്മൾ ഈ ടൈമിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ടയേർഡാണ്. കഴുത്തൊക്കെ നല്ല വേദനയാണ്. അടുത്ത പരിപാടി ഇവിടെ വന്നിട്ട് ഓൺ അറൈവൽ വിസ എടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മുടെ പാസ്പോർട്ട് വെച്ച് നമ്മളുടെ ഓൺ അറൈവൽ വിസ നമുക്കിവിടെ ചെയ്യാനുള്ള മെഷീൻസ് എല്ലാം ഇവിടെ അത്യാവശ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്ത് നമ്മളെവിടെ നിന്നാണ് വന്നത് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്കിവിടെ നിന്നൊരു ഓൺ അറൈവൽ വിസ എടുക്കുക. ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പുമായിട്ട് നമ്മൾ നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരും. ദാറ്റ്സ് ഓൾ. ഈ UAE റെസിഡൻസ് ഉള്ള ആളുകൾക്ക് ഓൺ അറൈവൽ വിസയാണ്. സോ നമുക്കത് ഈസിയാണ് എടുക്കാൻ. ഇതിനിപ്പോൾ ഏകദേശം ഒരു $30 അതാണ് നമുക്കിവിടെ ഈ ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടി ഇവിടെ ചിലവാകുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈസ അത്യാവശ്യം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയെല്ലാം എക്സ്ചേഞ്ച് എടുക്കാനുള്ള സുഖം
ദർഹമായിട്ട് കൊണ്ടുവന്നാൽ നമുക്കിവിടെ അത്യാവശ്യം വാല്യൂ ഒന്നും കിട്ടാൻ ഭയങ്കര കുറവാണ്. സോ നമ്മൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുക, കീപ്പ് ചെയ്യുക, ഇവിടെ വരെ എക്സ്ചേഞ്ച് ചെയ്യുക. എയർപോർട്ടിനകത്ത് നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വളരെ കുറച്ച് പൈസ മാത്രം എക്സ്ചേഞ്ച് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എയർപോർട്ടിനകത്ത് കിട്ടുന്ന വാല്യൂ കുറച്ച് കുറവാണ് ഡോളറിന്. പുറത്ത് എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലും കൂടുതൽ രൂപ നമുക്കവിടെ കിട്ടും. പിന്നെ അതിലും വേറെ വഴികളുണ്ട്. ആക്ച്വലി ബ്ലാക്കിൽ കൊടുത്താൽ അതിലും റേറ്റ് കിട്ടാറുണ്ട്. ബട്ട് അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ എയർപോർട്ടിൽ നിന്ന് വളരെ കുറച്ച് പൈസ, ഒരു $50-100 മാത്രം ഒന്ന് എക്സ്ചേഞ്ച് കീപ്പ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് പുറത്ത് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെയാണ് അസർബൈജാനിലാണെങ്കിൽ ആക്ച്വലി ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് മന്നത്താണ്. അസർബൈജാൻ മന്നത്ത്. നമ്മളൊരു $100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് 170 മന്നത്ത് നമുക്ക് കിട്ടും. അതുപോലെ 100 AED, അതായത് 100 ദിർഹമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 40 മന്നത്തായിരിക്കും കിട്ടുന്നത്. സോ അതാണ് ഇവിടുത്തെ ഒരു കറൻസി എക്സ്ചേഞ്ച് നമുക്ക് മാക്സിമം കിട്ടുന്ന റേറ്റ് കേട്ടോ. അസർബൈജാൻ്റെ എയർപോർട്ട് ഇതോ അവിടുത്തെ എയർപോർട്ടിൽ ഇങ്ങോട്ടാണ് ഇവിടെ ചെറിയൊരു കുഞ്ഞു വീട് പോലെ ഉണ്ട്. ചെറിയ സെറ്റപ്പ് വേണ്ടടാ. ഞാൻ ഉദ്ദേശിച്ച ഒന്നും കാണില്ല. ഇനി റൂം എത്തി പോയി കിടന്നുറങ്ങി. നാളെ എണീറ്റാല് ബാക്കി കാണും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പം നമ്മളെ കാത്ത് നമ്മുടെ പുള്ളിക്കാരെന്താ സമീർ പുറത്ത് കാത്തു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോയിട്ടൊരു സിം എടുക്കണം. അങ്ങനെ ഗായ്സ് ഞങ്ങളിതേ ഇവിടെ അസർബൈജാൻ ബാക്കു എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കുകയാണ്. നമ്മളെ പിക്ക് നമ്മുടെ സമീർ ബ്രോ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പാവം ഡിലേ ആയിട്ട് പുള്ളിക്കാരൻ രാത്രി 12 മണിക്കൂടെ എത്തിയിട്ട് ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒരു സിം എടുത്തു. എയർപോർട്ടിനകത്ത് തന്നെ അസർസൽ എന്ന് പറഞ്ഞൊരു സിം എടുത്തു. നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, കിടപ്പുണ്ട്. പിന്നെ സിമ്മിന് ഏകദേശം എത്രയാണ്? 39 അസർബൈജാൻ മനത്ത് കൊടുത്താണ് നമ്മൾ സിം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യൂവിൽ നമ്മൾ എന്തിനുള്ള ക്യൂ ആണെന്ന് പോലും അറിയാതെ നമ്മൾ കുറച്ച് ക്യൂവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നമുക്കുള്ള ക്യൂ അല്ലാതെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡൈസായിട്ട് ചാടി. ഞാൻ ഇപ്പോഴത്തെ പുറത്തിറങ്ങി, ഇപ്പോഴത്തെ അടുത്ത റൂമിലേക്ക് പോവാം. നമ്മൾ എത്തി ഗായ്സ്. ഇവിടെ ഹോട്ടലെത്തിയിട്ടുണ്ട്. അരിയം ഹോട്ടൽ ബാക്കു. ഇവിടെയാണ് നമ്മൾ അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി. 4ാമത്തെ ഫ്ലോറിലാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടായി. നമ്മൾ ആക്ച്വലി ഒരു 1+ റൂം പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇവർ നമുക്ക് 3 പേർക്കും കൂടെ നമുക്കൊരു നല്ല 2 റൂം തന്നെ തന്നവർ. അങ്ങനെ ഇപ്പം എന്തേ നമ്മുടെ റൂമിലേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ് കണ്ടോ. അത്യാവശ്യം സെറ്റ് റൂമാണ്. നമുക്കിത് വളരെ കൂടുതലാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. 3 ദിവസം നമ്മളിവിടെയാണ് താമസിക്കാൻ പോകുന്നത്. എന്തായാലും ഇനിയിപ്പം വന്ന് എങ്ങനെയും കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് പോകണം. 9:30 ഡ്രൈവർ വരും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഉറങ്ങുകയാണ്. രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 11 മണി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കണമെന്നാണ് പറഞ്ഞത്. 11 മണിക്ക് മുമ്പ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചിട്ട് പോകാൻ നോക്കാം. നമുക്ക് രാവിലെ 10 മണിയാകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനും വരും. സോ 9 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കാൻ പോകണം. ഓക്കെ സെറ്റ്. നമ്മളെ 9 മണി ഓക്കെ അല്ലേ? 9 മണി 9:30 മാക്സിമം കേട്ടോ. 9:30 ആകുമ്പോൾ കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് 10 മണിക്ക് വണ്ടി വരെ കയറി പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മൾ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോവാണ്. സീ യു ബൈ.